കാരണം ശശി തരൂരിന് BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം എന്തെങ്കിലും നടന്നായിട്ട് എനിക്കറിയില്ല. പക്ഷേ ശശി തരൂരിന്റെ പല നിലപാടുകളും BJP മുമ്പോട്ട് വെക്കുന്ന നിലപാടുകളുമായി സാദൃശ്യമുണ്ട്. അത് ശശി തരൂർ ബേസിക്കലായിട്ട് ഒരു കോൺഗ്രസ്സുകാരനല്ലല്ലോ. അദ്ദേഹം അങ്ങനെ ബേസിക്കലായിട്ട് കോൺഗ്രസ്സുകാരനല്ല. തിരുവനന്തപുരത്ത് വന്നു, മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. അതിന്റെ ശേഷം കോൺഗ്രസ്സുകാരൻ മത്സരിച്ച് MP ആയതിനു ശേഷം കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും ശശി തരൂരിന് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതിന്റെ ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് ചില നിലപാടുകളോട് ശശി തരൂർ യോജിക്കും. അതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ഒരു രീതിയാണ്. അതിനപ്പുറത്തേക്ക് ശശി തരൂർ BJP-യിൽ വരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നീക്കം നടന്നായിട്ട് എനിക്കറിയില്ല. ശശി തരൂർ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആ ഓപ്പറേഷന് പരസ്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം തള്ളി പറഞ്ഞപ്പോൾ ഓപ്പണായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ശശി തരൂരാണ്. മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടായപ്പോൾ ആ സംഘത്തിനെ നയിച്ചിട്ടുള്ളൊരു വ്യക്തി ഒരു സംഘത്തെ ശശി തരൂരാണ്. പാർലമെന്റ് അകത്തായാലും ഈ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശശി തരൂരിന്റെ നല്ല പ്ലാറ്റ്ഫോം BJP പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്കതിന് സന്തോഷമുണ്ട്. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ BJP-യിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്.